വേദന ഇനി മാറിയിട്ടടാ ഉണ്ണി. കല്ലായിരുന്നാ ചേട്ടാ കുറച്ച് ആറുന്ന്. മീൻചാറ സാമ്പാറാ? സാമ്പാർ കൊള്ളില്ലെന്ന മീൻചാറ്. അത് മീൻചാറാണ്. തലയിൽ കൂടെ വീത്ത്. നീ ആദ്യം ആ തറവാടും പരിസരം മനസ്സിൽ കണ്ടോ? കണ്ടു. നാളെ ആ വീടിന്റെ പരിസരം മൊത്തം ആളായിരിക്കും. അതെ, ആ ചുരുക്ക് മൊത്തം ട്യൂബിലിട്ട് വെച്ചിട്ട് ഈ മലപ്പാട്. ബാക്കി പറ. ആദ്യം ലൈറ്റ് ഓഫ് ആക്കണം. വീടിൻ്റെ ഉള്ളിൽ തിക്കും തിരക്കായതുകൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ വലിയ പണി ഉണ്ടാവില്ല. നീ എന്താ ആലോചിക്കണേ? ഞാനിന്ന് വൈകുന്നേരം ഇളയപ്പൻ്റെ കൂടെ സൗദിക്ക് പോയാലോന്ന് ആലോചിക്കാം. നീലേ പണി നടക്കൂല. എന്ത് പണി? എടാ നാളെ പോണ കാര്യം അവളെ അറിയിക്കണ്ടേ? ഓ, ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ കാലത്ത് പൂജയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കോഴിയെ അറുത്ത് പൂജ ഒരു മൊസപ്പട്ടേനിയൻ സംസ്കാരത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ അമ്പരചുംബികളായ തെങ്ങുകൾക്ക് താഴെയാണ് ഈ ചടങ്ങ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം തളിക്കുമ്പോൾ കോഴി തലയനക്കണം. അതൊരു അനുവാദമായിട്ട് കണ്ടുകൊണ്ട് എൻ്റെ അമ്മാവൻ നല്ല തളി തളിക്കുന്നുണ്ട് കോഴിയുടെ മേത്തേക്ക്. കണ്ടില്ലേ, എല്ലാവരും നല്ല പ്രാർത്ഥനയിലാണ്. ഗൈസ് നിങ്ങളും പ്രാർത്ഥിച്ചോളൂ, കാരണം പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം. കോഴി തലയനക്കുന്നില്ല ഗൈസ്. ഒരു താല്പര്യമില്ല. അത് വേറൊരു കോഴിയാണ് ഗൈസ്, നമ്മൾ മൈൻഡ് ചെയ്യുന്നത്. എന്താ ചെയ്യാ? രാവിലെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മായി. പൂ പിടിച്ചൊന്ന് പൊക്കിയാലോ? ചെറിയ കിണ്ടിയായിരുന്നു. സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അറിയുന്ന പല വസന്ത പിടിച്ച കോഴിയാണത്. ഏയ് പ്രമീള പിടിച്ചതാ. അത് തലനക്കാനും പോലുള്ള തല മുക്കിക്ക് ബോധം വന്നോളൂ. ഇനി വല്ല ഡിപ്രഷനായിരിക്കും. കാലത്ത് നല്ല ഹാപ്പി ആയിരുന്നു. നേരം വെളുക്കൂ. ഇരിച്ച കോയിനെ ഈ കുണ്ടത്തിലേക്ക് കിട്ടാ. അച്ഛാ കുറച്ചുകൂടി ചിലപ്പോൾ കോഴിക്ക് സെറ്റ് ആയിട്ടുണ്ടാവില്ല. ഈ ചാടല് തുറന്നിട്ട് പാണ്ടാറായിട്ട് കള്ളു കുമ്പളങ്ങ മുട്ടടിക്കേണ്ടി വരുമോ? ഏയ് അതിന്റെ ആവശ്യം വരില്ല. കുമ്പളങ്ങ കാണിച്ചിട്ട് എന്നിട്ട് കാര്യം? കോഴിയിൽ ഇങ്ങനെ വ്ളോഗ് വർക്കാവില്ല. പോയത് പോയി. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വേറൊരു കോഴിയെ വാങ്ങിട്ട് വരിക. അതിന് കടയൊക്കെ അടച്ചിട്ടുണ്ടാവേ. കട കുത്തി തുറന്നിട്ടാണെങ്കിലും വാങ്ങിച്ചിട്ട് വരണം. വാ മെമ്പറ. പിന്നെ അല്ല, മെമ്പർ മണി കണ്ടുള്ളപ്പോഴാ കോഴി നടക്കാണ്ട്. പിന്നെ അല്ല, കാശുണ്ട് കയ്യിൽ. വെറുതെ ഇരിക്കുന്നയാളും പേരാതെ. ഇവിടൊക്കെ നമുക്ക് കുറച്ച് വോട്ടുള്ള സ്ഥലമാണ്. ഞാൻ നോക്കി വരാം. നിങ്ങൾ പറയുന്നില്ലേ? അതെ സതീശ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തേ? ആ കടയിൽ ഇന്ത്യക്കാരെ ചെക്കല്ലേ, അവൻ ചാവിയിട്ട് പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ പൂട്ടങ്ങ് പൊളിച്ചാ പോരെ? പൂട്ടൊന്നും പൊട്ടിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്ര വലിയ അത്യാവശ്യമാണെങ്കിലേ വേറെ വല്ല വെട്ടിപ്പോയി ചോദിക്കും. ആരെങ്കിലും തരാതിരിക്കില്ലാന്ന് മെമ്പർ വിചാരിച്ച നടക്കും. എൻ്റെ അടുത്തത് വേണമായിരുന്നു മെമ്പറെ. ഓ, നിങ്ങൾ പഞ്ചായത്തിലൊരു കൂട്ടിന് അപേക്ഷ. കഴിഞ്ഞ ആഴ്ച കണ്ട പെണ്ണ് അത്ര പോരാ അല്ല ഗരീഷേ? പെരുമാറ്റമൊക്കെ ഒരുമാതിരി. അതെ, എന്ത് പെണ്ണാണ്. അതിനെപ്പറ്റി പറയാണ്ടിരിക്കണാണ് നല്ലത്. അത് കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ അളിയാ. കയ്യിലിപ്പൊക്കെ ഭയങ്കര മോശം എന്ന് കേൾക്കും. അതാവുള്ളൂ. അങ്ങനെ പറ. അളിയ വലിക്ക്. അല്ലാണ്ട് എന്റെ കയ്യിൽ ഇരിപ്പോട്ട് പോയതല്ല അല്ലേ? ചക്കൻ വെറും ഗൾഫല്ല, എക്സ് ഗൾഫാന്ന് അവർക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ വേലയും കൂലിയും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ നമ്മുടെ മോളെ കൊടുക്കുവോ? കെട്ടുവരെങ്കിലും അവിടെ നിൽക്കായിരുന്നു. അതെപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഓ, നിങ്ങൾ കെട്ടിയപ്പോ എന്തായിരുന്നു ട്രെൻഡ്? ട്രെൻഡിലൊന്നും വലിയ കാര്യമില്ല. സർക്കാർ ജോലിയായിരുന്നു ഒരു സമയത്തെ ട്രെൻഡ്. അതപ്പാ കിട്ടിയ ചീട്ടെല്ലാം മോശം. കിടക്കാന്നേ. ഇരിക്കളിയാ, വല്ലപ്പോഴുള്ളൂ. എന്തിന്?
ആ വന്ന് വന്നിപ്പോ ഓണത്തിനും വിഷുവിനും തിരുവാതിരയ്ക്കും ഉണ്ടായതൊക്കെ പൂജയ്ക്ക് മാത്രമായില്ലേ? അതെ, തിരുവാതിരയ്ക്ക് മുത്തി പന്തയം വെച്ച ഓർമ്മയുണ്ടോ? അതെന്താ സംഭവം? അല്ലമ്മേ, അപ്പോഴല്ലേ കൊറ്റംകുളത്തിയെ കൊളത്തിൻപള്ളയെ കണ്ടു പറഞ്ഞിട്ട്? കൊറ്റംകുളത്തിയാ? അതെന്താ സാധനം? അതറിയാനാണ് പൂജിക്കുന്നത്. തിരുവാതിരയ്ക്കേ പണ്ട് ഉറക്കൊഴിയണ പെണ്ണുങ്ങള് പൊങ്ങച്ചം പറയണതിനിടയ്ക്ക് ഒരു പന്തയം വെച്ചു. രാത്രി 2 മണിക്ക് അമ്പലക്കുളത്ത് കുളിക്കാൻ പോണം. എന്റെ ചെറുപ്പത്തിൽ കേട്ട കഥയാണ് കേട്ടോ. മുത്തിയും നമ്മുടെ ക്ഷാരത സരോജത്തിന്റെ അമ്മയും കൂടി ചൂട്ടും കത്തിച്ച് അമ്പലക്കുളത്ത് കുളിക്കാൻ പോകും. പുറത്ത് ചെന്നപ്പോ എന്താ കണ്ടേ? കുളം നിറയെ പെണ്ണുങ്ങളും മുങ്ങി ഈറനെടുത്ത് വിളക്കും പിടിച്ച് അമ്പലത്തേക്ക്. പിന്നെ കണ്ടിട്ടില്ല. 2 കൂടി തുറക്കനെ പിടിച്ച് പാഞ്ഞു വീട്ടിലേക്ക്. കൊറ്റംകുളത്തെയും പരിവാരങ്ങളും ആണത്രേ തിരുവാതിരയ്ക്ക് കുളിക്കാമെന്നതേ. പണ്ടത്തെ തള്ളമാരുടെ ഓരോ കഥകളെ. ആദ്യമൊന്നുമല്ലട ചക്ക, ഇതൊക്കെ ഉണ്ടായിട്ടുള്ള തന്നെയാ. അടുത്തുള്ളു. എന്തിനാ പറയണ്? എല്ലാ വെള്ളിയാഴ്ചയും ഈ തറവാട് ചുറ്റും വലം വെക്കും ഒറ്റ വളർത്തി. അറിയാം എനക്ക്. എന്താണ്? ആ ഉള്ളതന്നെ. ചിലപ്പോഴേ മച്ചിന്റെ മുകളിലും കയറും. ഞാൻ കേൾക്കാറുണ്ട്. നാളെ പൂജയാ, ഇന്ന് വെള്ളി. എല്ലാരും പോയി കിടക്കാൻ നോക്ക്. എന്താടോ സ്വിച്ച് ഓഫ് ആണല്ലോ. നീ ഇത് ചാർജ് ചെയ്യാൻ വെച്ചല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇത്? നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം എനിക്കുണ്ടോ? ഉണ്ടോ? കഴുകിടും. ധർമ്മശാസ്ത്ര പാഹിമാം അനിതീശപരീശ പാഹിമാം മണികണ്ഠദേവ പാഹിമാം തമിമാമലൈവ പാഹിമാം. എടാ, ഈ 2 ഘട്ടം നേരത്തെ നീ എങ്ങോട്ടാണ്? ഒരാളെ കാണാൻ. ആര്? അവളെ. എടാ ഇപ്പോഴോ? എപ്പോഴാലും കാണണ്ടല്ലേ. എടാ നിനക്ക് വല്ല പ്രാന്തുണ്ടാ? ഒന്ന് മിണ്ടട വന്നെങ്കിൽ പറയാം. നീ പറഞ്ഞു എന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഭജന വീട്ടിൽ കയറി പായസം കുടിച്ചിട്ട് പോയാലോ. ഇവിടെ എത്തിയപ്പോൾ മഴയില്ല. ഒന്ന് മിണ്ടാതിരിക്കടാ. ആഹാ, കുറച്ചുകൂടെ ലൈറ്റ് വെച്ച് കെട്ടായിരുന്നു. എന്റെ അമ്മേ, സൂക്ഷിച്ചു തുറക്കേ, സൗണ്ട് കേൾക്കല്ലേ. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. നാളെ വന്നാ പോരെ? ഒന്ന് വാ, വൃത്തിക്കിട്ട് വെച്ചാൽ മാലപ്പുഴ. എന്റെ മാലപ്പഴുപ്പിനെ പറയാറായി നീ. ഞാൻ പോകും. സന്ധ്യ ഉറങ്ങിയിട്ടുണ്ടാവോ? അല്ല, ഒരു പോസിബിലിറ്റി പറഞ്ഞാ. സന്തോഷേ, നീ ഒരു കാര്യം ചെയ്യ്. നീ അവിടെ വെയിറ്റ് ചെയ്യ്. ആരെങ്കിലും വീഴുന്നുണ്ടോ നോക്ക്. ഞങ്ങൾ വീട്ടിൽ വരാം. സെറ്റ്, പോയിട്ടോ. അവിടെ നിൽക്കാം. ആരാ ചാടിയത്? ആരെയാടാ? സൗണ്ട് കേട്ടെന്ന്. വെള്ളിയാഴ്ച ഇവിടെ ചത്തുപോയ കാരണന്മാര് വീക്കെൻഡ് ആഘോഷിക്കാൻ വരുന്നതായിരിക്കും. എന്റെ പൊന്നൊന്ന് വരാൻ പറ്റൂ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഞാൻ ആലോചിച്ചാ. എടാ, എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് പോരേന്ന്. ഒന്ന് പോടാം. എടാ എടാ, ഇതാരാ ആ കിടക്കുന്നത്? ഇതാരാ? ഇതാ മറ്റവൻ. ആര്? എന്നെ തല്ലിയ കീരിക്കാടൻ. കീരിക്കാടൻ ജോസിനെ പോലെ കിടക്കുന്ന ഇവനെ കുറിച്ചാണോടാ പറഞ്ഞത് നമ്മളെ പോലെയാണെന്ന്? എന്റെ അമ്മേ, ഇവിടെ മൊത്തം വിളിച്ചാണല്ലോ.
ലൈറ്റ് ഇട്ടവനാണോ ആദ്യം അടിക്കാൻ? നീരടത്തണ്ടി ലൈറ്റ് ഇട്ടേ. എന്നിട്ട് രാത്രി ഓഫ് ചെയ്തിട്ടൂടെ? ഞാൻ സ്വിച്ച് പറഞ്ഞു കൊടുത്താണല്ലോ. അമ്മേ എന്ത് പറ്റി? ആവശ്യ നേരത്തെ അവന്റെ വണ്ടി പോയിരിക്കില്ല. ചാർജ് ഇല്ലാത്തോണ്ടല്ലേ ഒരാൾ വെച്ച് തന്നെ നിഴഞ്ഞാണ് പോണത്. ഇതിനാണ് മൂന്ന് വല്ല ചക്ര ഷൂ മേടിക്കണം. പേര്.